ഡിയർ റെയിൻബോ, ഞാൻ ഇന്ന് വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. നീ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഇന്ന് നീ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എങ്ങനെയെന്ന് നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ? വേണ്ട, ഞാനായിട്ടത് പറയുന്നില്ല. ആകട്ടെ, നീ പറയുന്നത് പോലെ തന്നെ സമയമാകട്ടെ. ഞാൻ ഇന്നലെ സുന്ദരമായൊരു സ്വപ്നം കണ്ടു. നീ വലിയൊരു സദസ്സിന് മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നത്. അതും നീ അന്ന് എന്നോട് പറഞ്ഞ കറുപ്പും വെള്ളയും നിറമുള്ള ഫ്രോക്കായിരുന്നു നിന്റെ വേഷം. എന്റെ ഗ്രാൻഡ്മ പറയാറുണ്ട് എന്റെ ഗ്രാൻഡ്പയെ കുറിച്ച്. മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ദിവ്യജ്ഞാനം പോലെ പ്രവചിക്കുമെന്ന്. എനിക്ക് ദിവ്യജ്ഞാനം ഉണ്ടെന്നാണോ പറയുന്നത്? കലാകാരന്മാർ ദൈവത്തിന്റെ പരിച്ഛേദങ്ങളാണെന്നാണല്ലോ പറയാറ്. അപ്പൊ ചില കാര്യങ്ങൾ അറിയാനും മതി. നീ പറഞ്ഞോ. അമ്മ പറയേ മനു, നിന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു വന്നിരിക്കുക കുട്ടികള്. എന്ത് കാര്യം? കുറെ നേരം ആയല്ലോ, എന്നാ പിന്നെ പറഞ്ഞൂടെ? കാര്യം ഞാൻ പറയാം. ഇന്റർസോൺ ഫെസ്റ്റിവൽ വരികയാണ്. കോളേജ് തലത്തിൽ ഇവക്ക് എ ഗ്രേഡ് ഉണ്ട്. അതിന് അതുകൊണ്ട് ഇന്റർസോണിൽ നല്ല ടഫ് മത്സരമായിരിക്കും. ഊട്ടി മ്യൂസിക് കോളേജിൽ നൈല എന്നൊരു കുട്ടിയുണ്ട്. 2-3 ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. ഇപ്പോ ഒരു TV ഷോയിലും പാടിയിട്ടുണ്ട്. അതിന്റെ ഒരു നെകളിപ്പും തണ്ടു അവക്ക്. ഇത്തവണ എന്തായാലും അവളെ ഞങ്ങൾക്ക് തറ പറ്റിക്കണം. ഓ, അപ്പൊ അതാ കേസ്. കുട്ടി അവളെ പാടി തോപ്പിക്കാൻ പോന്നല്ലേ? അതെ, ഇവളാണ് ശ്രുതി. ചേട്ടൻ വലിയ സംഗീതജ്ഞനായി നടക്കുകയല്ലേ. നല്ലൊരു സോങ് സെലക്ട് ചെയ്ത് തരണം. അവളൊന്ന് തോൽക്കേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ എന്തു പക്ഷേ പാടുന്ന ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ആവരുത്. തനിക്ക് ജയിക്കാൻ വേണ്ടി പാടണം. അപ്പോഴേ ലക്ഷ്യത്തിലെത്തൂ. പിന്നെ ആ കുട്ടിക്ക് ഇത്ര ഹെഡ് വെയിറ്റ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ശബ്ദം അതറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ദൈവം അവൾക്ക്. പാട്ടിയന്തരം നന്നായി പ്രാക്ടീസ് ചെയ്യും. താങ്ക് യു സർ. സാറോ? ഇവളും നിങ്ങളും ഒക്കെ എനിക്ക് ഒരേപോലെയാണ്. ഏട്ടാന്ന് വിളിച്ചാൽ മതി. നീ ഈണമിട്ട് തന്ന ഈ ഗാനം നാളെ ഞാൻ മറ്റൊരു സദസ്സിൽ പാടാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനകൾ എനിക്കൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിന്നോട് പറയുന്നു, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഒരാൾ മത്സരത്തിൽ ജയിക്കുമ്പോൾ മറ്റുള്ളവർ തോറ്റു എന്ന അർത്ഥത്തിലാകരുത്. ആ മത്സരത്തിൽ അയാൾ നന്നായി. നാളത്തെ മറ്റൊരു വേദിയിൽ മറിച്ചോ ആകാം. സംഗീതത്തിൽ പ്രത്യേകിച്ചും ജയവും തോൽവിയും ഒന്നുമില്ല. എത്തിപ്പെടലുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ ആശംസകളും നേരുന്നു. എന്തു തരം സദസ്സിലാണ് നീ പാടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതൊരു മത്സരവേദി ആയിരിക്കണം. എന്താടാ, എന്താ ഇത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അല്ലടാ മച്ചു, അമർ ആ ഫ്രോഡ് എന്തിനാന്നറിയില്ല, നീ ഇല്ലാതെ തനിയൊന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരിക്കുക. അതാ കാര്യം. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? എടാ, നിങ്ങൾ ചുമ്മാ ചെല്ലേ. അവൻ എന്തെങ്കിലും കോൺഫിഡൻഷ്യലായി പറയാനുണ്ടാവും. അതിനിപ്പോ എന്താ? അതിനെന്താന്നോ, അതും പ്രത്യേകിച്ച് നീ ഇല്ലാതെ എന്ന് പറയുമ്പോ. എടാ, ഒന്നും സീരിയസ് ആയിരിക്കില്ല. നിങ്ങൾ ചെല്ലേ, പോയി നോക്ക്. ഇനിയിപ്പോ നൈല കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്താ കുടിക്കാൻ? കോഫിയോ കൂൾ ഡ്രിങ്ക്സോ? ജ്യൂസ് ആയിക്കോട്ടെ. 2 ജ്യൂസ് ക്യാബിനിലേക്ക്. ഇവനെന്തോ കാര്യം സാധിക്കുന്നുണ്ട്. അതെ, ഇനി കാര്യം പറയാലോ. നമുക്കൊരു ഭാഗ്യം കൈവന്നിട്ടുണ്ട്. ഒരു ഗൾഫ് പ്രോഗ്രാം, അതും ദുബായിലോട്ട്. പക്ഷേ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് നൈല നിർബന്ധമായും വേണമെന്നാണ്.
അതാണ് അവരുടെ പ്രധാന അട്രാക്ഷൻ. ആ കുട്ടി ഇപ്പൊ ടി വി പ്രോഗ്രാമിലൊക്കെ പാടിയപ്പം പോപ്പുലാരിറ്റി കൂടിയില്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ മനുവിനെ കൂട്ടാതെ വരാൻ പറഞ്ഞതിന്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതിപ്പോ ആ കുട്ടി എങ്ങനെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ തന്നെ വെച്ചോ. പക്ഷെ ഇവനുണ്ടെങ്കിൽ അവള് വരില്ല. അങ്ങനെ ആ കുട്ടി പറഞ്ഞോ? അല്ല, പറഞ്ഞില്ല, പക്ഷെ പറയും. അമരെ, ആദ്യം നീ ആ കുട്ടി വരുമെന്ന് ചോദിച്ചു നോക്ക്. പിന്നെ ഞങ്ങളുടെ കാര്യം, മനു ഇല്ലാണ്ട് ദുബായ് എന്നല്ല ചന്ദ്രനിലേക്കാണെങ്കിൽ പോലും ഞങ്ങളില്ല. എടാ എടാ അമരെ, ഇപ്പോഴുള്ള അർഫാസ് അമർ എന്ന നിന്റെ ഈ വളർച്ചയിൽ മനുവിനുള്ള പങ്ക് നീ മറന്നു കളയരുത്. എന്തിനാണ് അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? നീ ഇല്ലാതെ ഞങ്ങളില്ല, അത് തന്നെ. മാത്രല്ല, രണ്ട് പറയണം നോങ്ങി വെച്ചിട്ട് കുറച്ച് കാലായി. അതിപ്പോ സാഹചര്യം വന്നപ്പോ അങ്ങ് പറഞ്ഞു. അതിപ്പോ ആ കുട്ടി പോകാൻ തയ്യാറായിട്ട് വേണ്ടേ? അവളെ സമ്മതിക്കാതിരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ ആ കുട്ടിയുടെ പോപ്പുലാരിറ്റി വിറ്റ് കാശാക്കാൻ പദ്ധതി ഇട്ടിരിക്കുക ആ ഫ്രോഡ്. ആ കുട്ടി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ അവനറിയും? ഞാനിന്ന് വല്ലാത്തൊരു വിഷമഘട്ടത്തിലായിരുന്നു. എന്തു പറ്റി? ഞാൻ എൻ്റെ ഏരിയയിൽ ചെറുതായി അറിയപ്പെടുന്ന ഒരു സിംഗറാണ്. ആണോ? അതിനാണോ നീ വിഷമഘട്ടത്തിലായത്? അതെ, എൻ്റെ സുഹൃത്ത് ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, വൺ മിസ്റ്റർ അർഫാസ് അമർ. പറയാതിരിക്കാൻ വയ്യ, ഒരു ചെറിയ അല്പത്തുള്ളവനാണ്. എൻ്റെ പേരും പറഞ്ഞ് ഒരു ഗൾഫ് പ്രോഗ്രാം തരപ്പെടുത്തിയിട്ടുണ്ട് കക്ഷി. നല്ല കാര്യമല്ലേ, നീ പോകുന്നില്ലേ? സോറി അമർ, അമറിനെ അറിയാത്ത ഒരുപാട് ചുറ്റുപാടുകളുണ്ട് എനിക്ക്. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഉത്തരവാദിത്വമാണ് ഞാൻ എൻ്റെ റെയിൻബോയോട് ഏറ്റെടുത്തിരിക്കുന്നത്. റെയിൻബോയോ? അതാര്? എൻ്റെ അജ്ഞാത സുഹൃത്ത്. ചാറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പിന്നെ അതേക്കുറിച്ച് പറയാം അമർ. സോ ഈ പ്രോഗ്രാമിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം.